Collector, policeman. അതെ. അപ്പോൾ അല്പം മുമ്പ് നമ്മൾ കണ്ടിരുന്നല്ലോ നമ്മുടെ കേസ് പോസിറ്റീവാണ് എന്നുള്ളത് NIV പൂനെയും സ്ഥിരീകരിച്ചു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ 214ഓളം കോണ്ടാക്ട്സ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ 60ഓളം ഹൈറിസ്ക് കാറ്റഗറി കോണ്ടാക്ട്സ് ആണ് ഉള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ക്രമീകരിച്ചിട്ടുണ്ട്. പേഷ്യന്റിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു കോണ്ടാക്ട് പോലും വിട്ടുപോകാതെ എല്ലാവരും ഈ മോൻ കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ള എല്ലാവരെയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നമ്മുടെ ഫീൽഡിലുള്ള ഇപ്പോൾ ഓൺലൈൻ മീറ്റിംഗിൽ പാണ്ടിക്കാട് നിന്നുള്ള MOയും ആനക്കയത്ത് നിന്നുള്ള MOയും അവിടെ നിന്നുള്ള ഹെൽത്ത് വർക്കേഴ്സൊക്കെ തന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇന്ന് അവർ ഫീൽഡിൽ നടത്തിയ വിസിറ്റ്സിന്റെയും ശേഖരിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളത്. അല്പസമയത്തിനകം റൂട്ട് മാപ്പ് കൂടി പ്രസിദ്ധീകരിക്കും. ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് എന്നുള്ളതും 10-ാം തീയതിയാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. 11-ാം തീയതി പനി ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഉള്ള എവിടേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങളും പ്രസിദ്ധീകരിക്കും. ഈ സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഈ സമയം കൂടി പരമാവധി എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റൽ വിസിറ്റ് നടത്തിയ സമയം, അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കൺട്രോൾ റൂം ഉണ്ട്. ആ കൺട്രോൾ റൂമിന് നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കാം. ഒരു തരത്തിലും ഒരു ഭയപ്പെടുകയോ ആശങ്കപ്പെടുകയോ ഒന്നും വേണ്ട. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള ഒരു മാനസിക പിന്തുണ, ഭയമാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് വിളിക്കുക. നമുക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നമുക്കിതിനെ നേരിടാം. ആ മോന് അവൻ സുഖമായി വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. അതോടൊപ്പം തന്നെ മറ്റൊരാൾക്ക് കൂടി രോഗമുണ്ടാകാതെ ഇരിക്കട്ടെ എന്നുള്ളതും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രമിക്കേണ്ടത് ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ ജില്ലാ കളക്ടറുമുണ്ട്, ജില്ലാ പോലീസ് മേധാവിയുമുണ്ട്. ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ജില്ലാ കളക്ടർ ഇപ്പോൾ പറയും. അത് കൂടാതെ ഇപ്പോൾ സ്റ്റേറ്റ് DHS ഇപ്പോൾ ഇവിടേക്ക് എത്തും. ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, മോണോക്ലോണൽ ആന്റിബോഡി ഞാൻ പറഞ്ഞു, നാളെ രാവിലെ തന്നെ ഇവിടെ എത്തും. മറ്റുള്ളവർക്ക് ഒരു ഹൈറിസ്ക് കോണ്ടാക്റ്റിലുള്ള ഒരു കുട്ടി, അവന്റെ സ്വാബ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. അത് സ്വാബ് എടുത്തു, അത് പരിശോധിക്കും. വൈറൽ ഫീവർ ഓൾറെഡി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നിപ്പയ്ക്ക് കൂടിയിട്ടുള്ള പരിശോധന നടത്തും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിൽ ഈ പ്രദേശത്ത് പാണ്ടിക്കാടും ആനക്കയം 2 പഞ്ചായത്തുകളാണ്. പാണ്ടിക്കാടാണ് ഈ കുട്ടിയുടെ വീടുള്ളത്. ആനക്കയത്താണ് സ്കൂളിൽ പോകുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് സ്കൂളുള്ളത്. അപ്പോൾ സ്കൂളിലുള്ള കുട്ടികൾ, ക്ലാസ്സിലുള്ള കുട്ടികൾ, അതോടൊപ്പം ട്യൂഷൻ സെന്ററിലുള്ള കുട്ടികൾ, ബെഞ്ചിലിരുന്നവർ പ്രത്യേകിച്ച്, അതോടൊപ്പം ബസ്സിൽ ആണ് ഈ മോനെ. വളരെ സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള കോണ്ടാക്റ്റുകൾ, ബസ്സിൽ സഞ്ചരിച്ചവർ, ഇവരെല്ലാം ട്രേസ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇപ്പോൾ ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള എല്ലാവരുടെയും സാമ്പിൾ എടുക്കും. ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള മുഴുവൻ പേർ, എത്ര പേരുണ്ടെങ്കിലും മുഴുവൻ പേർ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ 60 എന്നുള്ളത് നാളെ കൂടാം. കാരണം നമ്മൾ ഈ സമയം കൊടുക്കുമ്പോൾ ആ സ്ഥലത്ത്, പർട്ടിക്കുലർ സ്ഥലത്ത് ആശുപത്രി, ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്നവരുടെയൊക്കെ എണ്ണത്തിൽ വർധനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഇതിനെ നേരിടാം. ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. നമ്മളിതിനെ പ്രതിരോധിക്കും. നമ്മുടെ ആ മകൻ അവൻ സുഖമായി വരട്ടെ എന്ന് ആഗ്രഹിക്കാം. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നാളെ രാവിലെ ഇപ്പോൾ കൺട്രോൾ റൂം ഉണ്ട്. കൺട്രോൾ റൂമിൽ 24 മണിക്കൂറും ആ നമ്പർ ഇപ്പോൾ നൽകുന്നതാണ്. എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, അപ്പോൾ അവിടെ വിളിക്കാം. ഏതെങ്കിലും പിന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഹൈറിസ്ക് കോണ്ടാക്ട്സിലുള്ളവർക്ക് പനിയുണ്ടോ വിളിച്ചു പറയുക ദയവായി. വിളിച്ച് ഈ നമ്പറിൽ പറഞ്ഞാൽ ആംബുലൻസ് ക്രമീകരിച്ച് അല്ലെങ്കിൽ വാഹനം ക്രമീകരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതാണ്.
പിന്നെ ആവശ്യമായിട്ടുള്ള പരിശോധനാ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്ക് ജാഗ്രതയോടെ ഒരു ഹെൽത്ത് എമർജൻസി പോലുള്ള ഒരു സാഹചര്യമാണല്ലോ. അതായത് നമ്മളൊരു പകർച്ചവ്യാധിയെ തടഞ്ഞു നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ മിനിസ്റ്റർ അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. അതുപോലെ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തെയുമായിട്ടും ആശയവിനിമയം നടത്തിയിരുന്നു. പിന്നെ ഇവിടുത്തെ MLA ശ്രീ UA ലത്തീഫ്, അതുപോലെ തൊട്ടടുത്ത് വണ്ടൂരിൽ ശ്രീ അനിൽകുമാർ, അതുപോലെ നമ്മുടെ ശ്രീ ഉബൈദുള്ള MLA, അങ്ങനെ 3 പേരും ഈ മീറ്റിങ്ങിലും പങ്കെടുത്തിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും, അതുപോലെ മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങളെല്ലാവരും മാസ്ക് ധരിക്കുകയും, നിങ്ങൾ മാത്രമല്ല നമ്മൾ മലപ്പുറം ജില്ലയിൽ പൊതുവെ മാസ്ക് ധരിക്കുകയും ഈ ഒരു ഘട്ടം നമുക്ക് ഈ രോഗത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായിട്ടുള്ള പരിശ്രമം നമുക്ക് നടത്താം. ബാക്കി ഈ ഭരണപരമായിട്ടുള്ള ജില്ലയിലെ റെസ്ട്രിക്ഷൻ സംബന്ധിച്ച കാര്യങ്ങൾ കളക്ടർ ഒന്ന് പറഞ്ഞോളൂ. ഇപ്പോൾ സ്ഥിരീകരിച്ച കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന 214 പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ 60ഓളം പേർ ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉള്ളവരാണ്. ഈ എണ്ണം ഇനിയും കൂടാനുള്ള സാധ്യതയുമുണ്ട്. ആദ്യം ഈ രീതിയിൽ ക്ലോസ് കോണ്ടാക്റ്റുകളെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഒരു കുട്ടിക്കാണ്, 14കാരനാണ് നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത്. സമ്പർക്കത്തിൽ മറ്റൊരു കുട്ടിയും ഉണ്ട്. ചില രോഗലക്ഷണങ്ങൾ ഉണ്ട്, പക്ഷേ മറ്റുള്ള ആരും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിട്ടും ഇല്ല. അതീവ ജാഗ്രതയാണ് പാണ്ടിക്കാട്, ആനക്കയം എന്നീ 2 സ്ഥലങ്ങളിൽ മലപ്പുറം ജില്ലയിൽ ഉള്ളത്. നിപയെ പ്രതിരോധിക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും പോലീസും ക്രമീകരണങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ കളക്ടർ കൂടി ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയാണ്. ഏത് രീതിയിലുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി. അടിയന്തരമായി ആനക്കയം, പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായും വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം. ഏതെങ്കിലും ചടങ്ങുകൾ മുൻകൂറായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ആണ് ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടത്. ഈ ഒരു കാരണവശാലും പനി സ്വയം ചികിത്സിക്കരുത്. പനിയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് ബന്ധപ്പെടണം. അതുപോലെ തന്നെ നാളത്തെ ദിവസം മദ്രസ, അംഗൻവാടി തുടങ്ങിയ എല്ലാ വിദ്യാലയങ്ങൾക്കും ഈ 2 പഞ്ചായത്തുകളിലും അവധിയായിരിക്കും. കടകൾ പ്രവർത്തിക്കേണ്ടത് 10 മണിക്കും 5 മണിക്കും ആയിരിക്കണം. പരമാവധി ആൾക്കാർ പുറത്തു വരുന്നത്, ഇടപഴകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കരുത്. മാധ്യമപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ചിത്രങ്ങളും വാർത്തകളും PRDയിൽ നിന്ന് ലഭ്യമാക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കോൺടാക്ട് ട്രേസിംഗും മറ്റു നടപടികളും നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. സ്കൂൾ അവധി എത്ര കാലത്തേക്ക്? നാളെ നമ്മൾ പൂർണ്ണമായിട്ടും ഈ കോണ്ടാക്ട് ട്രേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വ്യക്തമായ ഒരു തീരുമാനത്തിലെടുക്കും. ഇപ്പോൾ നാളത്തെ ദിവസത്തേക്കാണ്. നാളെ ഞായറാഴ്ച വിദ്യാലയങ്ങളില്ലെങ്കിലും ഒരുപക്ഷെ മദ്രസകൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നാളെ അതിന് അവധിയായിരിക്കും. നാളെ വീണ്ടും 9 മണിക്ക് യോഗം ചേർന്നതിന് ശേഷം കോണ്ടാക്ട് തീരുമാനിച്ച ശേഷം അവധി സംബന്ധിച്ച് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കും. സാർ, ഏതെങ്കിലും പ്രദേശം പൂർണ്ണമായിട്ട് അടച്ചിടാനുള്ള നിർദ്ദേശങ്ങളുണ്ടോ? കോവിഡ് കാലത്ത് ചെയ്തിരുന്നത് പോലെ അല്ല, പൂർണ്ണമായിട്ട് അടച്ചിടുന്നതിന് തീരുമാനം എടുത്തിട്ടില്ല. ചില നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുന്നത്. വലിയ ആൾക്കൂട്ടം പൊതുസ്ഥലത്തേക്ക് വരരുത് എന്നുള്ള രീതിയിൽ നിയന്ത്രണമാണ്. പൂർണ്ണമായി അടച്ചിടാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടില്ല. നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നു ആ മേഖലയിൽ. ഈ കടകളുടെ സമയം 10 മണി മുതൽ 5 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെടുത്ത തീരുമാനമാണ്. മറ്റ് നിയന്ത്രണങ്ങളെക്കുറിച്ച് നാളെ വീണ്ടും 9 മണിക്ക് യോഗം ചേർന്നതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കും. ഈ 2 പഞ്ചായത്തിലും അങ്ങനെ തന്നെയാണ്, പൂർണ്ണമായിട്ടും 10 മുതൽ 5 വരെയാണ്. ഈ 2 പഞ്ചായത്തുകളിലും 10 മുതൽ 5 മണി വരെ എല്ലാ വാർഡുകളിലും അല്ലേ? എല്ലാ വാർഡുകളിലും. പരിപാടികൾ എത്ര ആളുവരെ കൂടാം, അങ്ങനെ എന്തെങ്കിലും കണക്ക് പറയാൻ പറ്റുന്നുണ്ടോ? പരിപാടികൾ കൃത്യമായ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തിലൊരു നിയന്ത്രണം നമ്മൾ പറയുന്നില്ല. പക്ഷേ ആൾക്കൂട്ടം ഉണ്ടാകാത്ത രീതിയിൽ പരമാവധി കുറച്ചാണ് പങ്കെടുക്കേണ്ടത്. ഇതിനകം തന്നെ ഷെഡ്യൂൾ ചെയ്ത ചില കല്യാണങ്ങളും വിവാഹങ്ങളൊക്കെ ഉണ്ട്. അവരോട് ബന്ധപ്പെട്ടിട്ട് പരമാവധി കുറച്ച് പേർ പങ്കെടുത്ത് നടത്തണമെന്നുള്ള രീതിയിൽ ഞങ്ങൾ അഭ്യർത്ഥന നടത്തുന്നുണ്ട്. നിരോധനാജ്ഞ എന്തെങ്കിലും ഈ മേഖലയിൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ ഈ ഉത്തരം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരവും പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരവുമുള്ള ഉത്തരവുകളാണ് പുറപ്പെടുവിക്കുന്നത്.
CRPC പ്രകാരമുള്ള നിരോധനാജ്ഞ പുറപ്പെടുവിക്കുന്നില്ല തൽക്കാലം. റോഡ് അടയ്ക്കുന്നില്ല. ആ മേഖലയിൽ വാഹനങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിർത്താൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? വാഹനങ്ങളുടെ ഇതിൽ നിയന്ത്രണമില്ല. പക്ഷേ പൊതുസ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നവർ പരമാവധി തിരക്കില്ലാത്ത രീതിയിൽ, വാഹനങ്ങളിലാണെങ്കിലും തിരക്കാത്ത രീതിയിൽ സ്പേസ് മാനേജ് ചെയ്ത് വേണം സഞ്ചരിക്കേണ്ടത്. രണ്ട് പഞ്ചായത്തുകളും പൂർണ്ണമായി. തിയേറ്ററുകൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നൊരു തീരുമാനമെടുത്തു. ടർഫുകൾ, ജിമ്മുകൾക്ക് പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ തിയേറ്ററുകളിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തു. ഹോട്ടലുകളും 5 മണിക്ക് ശേഷം തുറക്കാൻ പറ്റില്ല. ഹോട്ടലുകളും 5 മണിക്ക് ശേഷം തുറക്കാൻ പറ്റില്ല. 5 മണിക്ക് ശേഷം ഹോട്ടലുകളും പ്രവർത്തിക്കാൻ പാടില്ല. ഇതാണ് മലപ്പുറത്തെ നിയന്ത്രണങ്ങൾ. പാണ്ടിക്കാട്, ആനക്കയം എന്നീ 2 പഞ്ചായത്തുകളിലാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഒരു കുട്ടിക്ക് നിപ സ്ഥിരീകരിച്ചതോടുകൂടിയാണ് ഇങ്ങനെയൊരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നത്. 224 കോൺടാക്ട് ട്രേസിംഗ് നടത്തിക്കഴിഞ്ഞു. അതിൽ ക്ലോസ് കോൺടാക്റ്റ് ഉള്ള 60 പേരെയും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നാളെ ഈ ശ്രമം തുടരും. കൂടുതൽ കോൺടാക്ട് ട്രേസിംഗ് കണ്ടെത്തുവാനുള്ള ശ്രമങ്ങളായിരിക്കും. നിപയെക്കുറിച്ച് ആശങ്ക വേണ്ട എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ജാഗ്രത കർശനമായിരിക്കണം.